സ്ട്രോക്കിനെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം? അപ്പോൾ സ്ട്രോക്കിനെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു സിംറ്റം, ഒരു കോഡ് ഉണ്ട്, ഫാസ്റ്റ് എന്ന് പറഞ്ഞത് FAST. അതിൽ F എന്ന് പറഞ്ഞാൽ ഫേസ് ഡ്രൂപ്പിംഗ് ആണ്. ഒരു സൈഡിലുള്ള മുഖം കോടി പോവുക, അല്ലെങ്കിൽ അതിനൊരു വീക്ക്നെസ് വരുന്ന പോലെ തോന്നുക, കണ്ണിങ്ങനെ ആയി പോവുക എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. അതേപോലെ A എന്ന് പറഞ്ഞാൽ ആം വീക്ക്നെസ്, നമുക്ക് ഒരു സൈഡിലുള്ള കൈക്ക് എന്തുണ്ടാവുക, വീക്ക്നെസ് വരാം, അല്ലെങ്കിൽ അതിന് ആ സൈഡിന് മാത്രം ഒരു ഭാരം ഫീൽ ചെയ്യുക. അതേപോലെ തന്നെയാണ് S എന്ന് പറഞ്ഞാൽ സ്പീച്ച് ഡിഫിക്കൽട്ടിയാണ്. സ്പീച്ച് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുന്നത് പ്രോപ്പർ ആവില്ല, കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവാതിരിക്കുക, അതിനൊരു ബ്ലർനെസ് വരാം സ്പീച്ചിന്. പിന്നെ T എന്ന് പറഞ്ഞാൽ ടൈം ടു കോൾ ആണ്. ടൈം ടു കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആംബുലൻസിനോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസ്ക്യൂ അവിടെ നടത്തുക എന്നുള്ള പോലെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശിച്ചാണ് T എന്ന് പറയുന്നത്. ഈ 4 ഘടകങ്ങൾ നമ്മൾ ഒരാളിൽ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ് ആയിട്ട് തൊട്ടടുത്ത സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അവർക്ക് അതിന് വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് എടുക്കുക. ഒരു 4 മണിക്കൂറിന് മുന്നേ എടുക്കുന്ന ഒരു IV ഇഞ്ചക്ഷൻ ഉണ്ട്, അത് എത്രയും പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് എന്താണ് അതിൻ്റെ ഒരു റീഹാബ് ഒക്കെ വളരെ ക്ലിയർ ആണ്, നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ പെട്ടെന്ന് എത്തിക്കുന്ന സമയത്ത് സ്ട്രോക്ക് കൊണ്ട് നമുക്ക് ബാധിക്കാവുന്ന ഇന്റൻസിറ്റിക്ക് എന്തുണ്ടാവും, ഒരു കുറവുണ്ടാവും. പെട്ടെന്ന് തന്നെ മെഡിക്കേഷൻ കിട്ടുന്നതിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്ട്രോക്കിന്റെ ആഘാതം കുറയ്ക്കാൻ പറ്റും.